നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? പറയണ്ടടി, വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ. ഞാൻ എൻ്റെ അമ്മൂമ്മേനെ പറ്റി ആലോചിക്കുമായിരുന്നു. ചോടാ, എന്തിയാടാ? ഒന്നുമില്ലടി, ഞാനും അമ്മൂമ്മയും നല്ല കൂട്ടാ. അത് ഞങ്ങൾക്കറിയാലോ. നമുക്ക് ദിവസവും മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം. ഞാനാ വാങ്ങിക്കൊടുക്കാറ്. ആറുവിൻ്റെ അച്ഛനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടല്ലേ പോന്നെ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? അതൊന്നുമില്ലടി. ഞാൻ നിന്റെ പപ്പേനെയും അമ്മേനെയും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവരെന്താ വരാത്തെ? എന്തോ പപ്പയ്ക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ലടി. എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും വാസു. ഇല്ലടി, പപ്പ എന്നും വന്ന് മാർക്കൊക്കെ കുറഞ്ഞ് എന്നെ തല്ലും. ഇനിയാണെങ്കിൽ എന്നെ എങ്ങും കൊണ്ടുപോകത്തൊന്നുമില്ല. വെക്കേഷന് ഫുൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ചേർക്കും. ഇത്തവണയാടി എനിക്കൊരു സമാധാനം കിട്ടിയേ. അപ്പോൾ പപ്പ അറിഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഇല്ലടി, അറിഞ്ഞില്ല. ഞാൻ സമ്മർ ക്യാമ്പിന് പോവാന്ന് പറഞ്ഞില്ലേ വന്നത്. നീ നിന്റെ അമ്മയോട് പറഞ്ഞില്ലേ? എടി ശേരേ, എന്റെ അമ്മ ഗൾഫിലാടി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്തോ പോയതാ. വല്ലപ്പോഴും ഒക്കെ വിളിക്കും, അത്രേ ഉള്ളടി. അല്ലാണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും അമ്മ നിൽക്കാറില്ല. ഇപ്പോൾ അമ്മക്കും എന്നെ ഇഷ്ടമല്ലടി. അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിന്നെ എല്ലാവർക്കും ഇഷ്ടം. നിനക്കപ്പോ സിബ്ലിങ്സ് ആരുമില്ലേ? അതേ ഇല്ലടി, നിങ്ങളൊക്കെ അല്ലേ. നിങ്ങളൊക്കെ ഉണ്ടല്ലേ എനിക്ക്. ഞങ്ങളൊക്കെ ഉണ്ടടാ നിനക്ക്. എനിക്കറിയാടി നിങ്ങളൊക്കെ ഉണ്ടത്. ഇവിടെ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് നിനക്കറിയാവോ? എന്റെ ഏറ്റവും ബെസ്റ്റ് വെക്കേഷൻ ഇതായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അറിയാടാ, നമ്മളിത് അടിച്ചു കളിക്കും. നീ വിഷമിക്കണ്ട. വിഷമൊന്നുമില്ലടി, അതായത് ഇതൊക്കെ കഴിഞ്ഞേ വീട്ടിൽ പോയി നല്ല കീറ് കൊള്ളണല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു വിഷമം. ഞങ്ങളൊക്കെ പറയാടാ, നിന്നെ അവരൊന്നും ചെയ്യില്ല. എന്നെ അടിച്ചാൽ നിങ്ങൾ എല്ലാവരും അടിക്കാൻ ഞാൻ പറയും. അത്ര അല്ല അടിയെ അടി വഞ്ചേക്ക് അവിടുന്ന് അടി പതി സെഡിയൊക്കെ. ദേ എല്ലാവരും നമ്മളെ കാത്തിരിക്കാം. നമുക്ക് പോയി എന്തേലും കാര്യമായിട്ട് കഴിക്കാം. എന്താന്ന് അടിയുന്നു തിന്നെ? ചിക്കൻ പൊരിച്ചതാകൂടാ. എൻ്റെ പൊന്നോ, അമ്മൂമ്മ ഇത് കണ്ട് കൊതി വിടാണ്ടിരുന്നാൽ മതി.